എല്ലാവർക്കും നമസ്കാരം. JEF അക്കാദമിയുടെ കോഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് 1 പാർട്ട് 3 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതിൽ 5 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ICAയുടെ ഡെഫിനിഷൻ, സെക്കൻഡ് റോബർട്ടോവൻ്റെ ഡെഫിനിഷൻ, മഹാത്മാഗാന്ധി, നെക്സ്റ്റ് വൺ എഡ്വേർഡ് മാക്ലഗൻ, പ്ലാറ്റോ, പ്രൊഫസർ H. കാസൽമാൻ. ഈ ഡെഫിനിഷൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം കിങ്, മാൽക്കം ഡാർലിംഗ്, അരിസ്റ്റോട്ടിൽ, ഫെഡറിക് നിക്കോൾസൺ, CR ഫേ, നെക്സ്റ്റ് ചാൾസ് ഗൈഡ്. ഇത്രയും ആൾക്കാരുടെ ഡെഫിനിഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ വില്യം കിങ്ങിനെ കുറിച്ചാണ്. ഡോക്ടർ വില്യം കിങ് ഒരു ഡോക്ടറും ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുമായിരുന്നു. റോബർട്ടോവൻ പരാജയപ്പെട്ടത് അവിടെ നിന്നാണ് വില്യം കിങ്ങിൻ്റെ സംരംഭങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. റോബർട്ടോവൻ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്, അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തിയിട്ടാണ് വില്യം കിങ്ങിൻ്റെ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെല്ലാം വിജയിക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ്, അക്വസിഷൻ ഓഫ് നോളജ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷൻ. അക്വസിഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റണം? കോഓപ്പറേഷൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളാക്കി മാറ്റണം. വിവരങ്ങൾ നേടിയെടുക്കുക എന്നതായിരിക്കണം കോഓപ്പറേഷൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് വില്യം കിങ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഒൺലി മെൻ ഓഫ് നോളജ് ബിക്കം ദ മെൻ ഓഫ് ബിസിനസ്. ഒൺലി മെൻ ഓഫ് നോളജ് ബിക്കം മെൻ ഓഫ് ബിസിനസ് എന്ന് വെച്ചാൽ എന്താണ്? നന്നായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്, ആ വ്യക്തികൾക്ക് എന്തുണ്ടായിരിക്കണം? ആ മേഖലയിൽ അതിൻ്റെതായ അറിവുകൾ ഉണ്ടായിരിക്കണം. നന്നായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ആ മേഖലകളിൽ അതിൻ്റെതായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം എന്നാണ് വില്യം കിങ് പറയുന്നത്. വില്യം കിങ്ങിൻ്റെ 2 പോയിന്റിലും നോളേജ് ഉണ്ട്. ഫസ്റ്റ് അക്വസിഷൻ ഓഫ് നോളേജ്, നെക്സ്റ്റ് മെൻ ഓഫ് നോളേജ്. ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ശരിക്കും ഇത് മുഴുവൻ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ആ അക്വിസിഷൻ ഓഫ് നോളജ് എന്ന വാക്കും മെൻ ഓഫ് നോളജ് എന്ന വാക്കും വില്യം കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. കിങ് എന്ന് രാജാക്കന്മാരെന്നല്ലേ, രാജാവിന് എന്തായിരിക്കണം? നല്ല അറിവുണ്ടായിരിക്കണം എന്ന രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഓർത്തു വെക്കുക. ഇങ്ങനെ ഓരോ ഡെഫിനിഷൻസിലും ഓരോ പോയിന്റുകൾ കണ്ടെത്തി അവരെ പേരുമായിട്ടോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ടോ ബന്ധപ്പെടുത്തിയിട്ട് ഓർത്തു വെച്ചാൽ മതി. കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ആദ്യ മാഗസിനാണ് ദ കോഓപ്പറേറ്റർ. അത് പുറത്തിറക്കുന്നത് വില്യം കിങ് ആണ്. 1828 ആ മാഗസിൻ ആദ്യമായിട്ട് പുറത്തു വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിലെ വ്യക്തികൾക്ക് കോഓപ്പറേഷൻ എന്താണ് എന്നൊരു നോളേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വില്യം കിങ് ആ മാഗസിന് പുറത്തിറക്കിയത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. വില്യം കിങ്ങിൻ്റെ മാഗസിൻ ഏതാണെന്ന്? ദ കോഓപ്പറേറ്റർ ആണ്. കോഓപ്പറേറ്റർ അല്ല, ദ കോഓപ്പറേറ്റർ ആണ് വില്യം കിങ്ങിൻ്റെ മാഗസിൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാൽക്കം ഡാർലിംഗ്. മാൽക്കം ഡാർലിംഗ് ആരാണ്? കൊളംബോ പ്ലാനിംഗ് ശ്രീലങ്കയിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വ്യക്തിയാണ് ആര്? മാൽക്കം ഡാർലിംഗ്. മാൽക്കം ഡാർലിങ്ങിൻ്റെ അഭിപ്രായത്തിൽ 3 പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ? കോഓപ്പറേഷൻ ഈസ് മോർ ദാൻ എ സിസ്റ്റം, ഇറ്റ് ഈസ് സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ഹാർട്ട് ടു മൈൻഡ്. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനെക്കാട്ടിലും എന്താണ്? ഇറ്റ് ഈസ് സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ഹാർട്ട് ടു മൈൻഡ്. നമ്മളെ മനസ്സിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു സ്പിരിറ്റാണ് എന്ത്? കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്നാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, 1 വില്ലേജ് 1 സൊസൈറ്റി. ഒരു വില്ലേജിന് ഒരു സൊസൈറ്റി എന്ന അഭിപ്രായമാണ് മാൽക്കം ഡാർലിങ്ങിനുള്ളത്. തേർഡ് പോയിന്റ്, കോഓപ്പറേഷൻ മീൻസ് മൊറാലിറ്റി അപ്ലൈ ടു ബിസിനസ്. കോഓപ്പറേഷൻ എന്താണ്? ബിസിനസ്സിലേക്ക് മൊറാലിറ്റി അപ്ലൈ ചെയ്യുക എന്നാണ് മാൽക്കം ഡാർലിങ്ങിൻ്റെ 3ാമത്തെ അഭിപ്രായം. ഈ 3 പോയിന്റുകളും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം: മാൽക്കം ഡാർലിംഗ്, ഹാർട്ട് ടു മൈൻഡ്, 1 വില്ലേജ് 1 സൊസൈറ്റി, മൊറാലിറ്റി. ഈ 3 പോയിന്റ്സ് എവിടെങ്കിലും ഈ വേർഡ്സ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കണ്ടാലേ, എങ്ങനെ? ഹാർട്ട് ടു മൈൻഡ്, 1 വില്ലേജ് 1 സൊസൈറ്റി, മൊറാലിറ്റി. ഈ 3 വേർഡ്സ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കാണുകയാണെങ്കിൽ മാൽക്കം ഡാർലിംഗ് ആണ് എന്നുള്ളത് നമ്മളെ മൈൻഡിലേക്ക് വന്നാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എന്താ പറയുന്നത്? മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യൻ എന്താണ്? ഒരു സാമൂഹിക ജീവിയാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ കൂട്ടം കൂടി ജീവിക്കാനും സഹകരിച്ചും ഒരുമിച്ചും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മനുഷ്യന്മാർ. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറയുന്നത്, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. എന്ന് വെച്ചാൽ മനുഷ്യരെന്താണ്, ഒരു സാമൂഹിക ജീവിയാണ്. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ എന്താ പറയുന്നത്, ക്രിയേറ്റ് കോഓപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോഓപ്പറേറ്റീവ്സ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ സൃഷ്ടിക്കുന്നതിന് മുന്നേ കോഓപ്പറേറ്റേഴ്സിനെ സൃഷ്ടിക്കുക എന്നാണ് ഫ്രെഡറിക് നിക്കോൾസൺ പറയുന്നത്. ക്രിയേറ്റ് കോഓപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോഓപ്പറേറ്റീവ്സ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ കോഓപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഫ്രെഡറിക് നിക്കോൾസൺ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CR ഫേനെ കുറിച്ചാണ്. CR ഫേ എന്താണ് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ്, കോഓപ്പറേഷൻ ഈസ് ആൻ അസോസിയേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ജോയിന്റ് ട്രേഡിംഗ്. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരുമിച്ച് ചേർന്ന് വ്യാപാരം നടത്തുന്നതിനുള്ള ഒരു സംരംഭമാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്നാണ് ആര് പറയുന്നത്? CR ഫേ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ? കോഓപ്പറേഷൻ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രൊഡക്റ്റാണ് എന്നാണ് ആര് പറയുന്നത്? CR ഫേ. വ്യാവസായിക വിപ്ലവത്തിൻ്റെ പരിണിത ഫലമാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്നാണ് CR ഫേ പറയുന്നത്. ആ സമയത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് എംപ്ലോയീസിൻ്റെ ജോലികളെല്ലാം പോയി അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സിസ്റ്റമാണ് എന്ത് പറയുന്നത്? കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. എംപ്ലോയീസ് അവരവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഓപ്പറേഷൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ത്? കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വ്യാവസായിക വിപ്ലവത്തിൻ്റെ പരിണിത ഫലമായി വന്നിട്ടുള്ള ഒരു സംരംഭമാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ? റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോഓപ്പറേഷൻ ബട്ട് ഹി വാസ് ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്. എന്ന് വെച്ചാൽ എന്താ? റോബർട്ട് ഓവൻ എന്ത് ചെയ്തിട്ടില്ല? സഹകരണം കണ്ടുപിടിച്ചിട്ടില്ല, അദ്ദേഹം ആ ആശയം കൊണ്ടുവന്നിട്ടുള്ളൂ എന്നാണ് CR ഫേ പറയുന്നത്. അതൊരിക്കലും ശരിയല്ല. നമ്മൾ ആദ്യം ആ ആശയം മുന്നോട്ട് വെക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്, അത് വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ. നമ്മൾ ഫാദർ ഓഫ് കോഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ ഐഡിയ ആദ്യം കൊണ്ടുവന്നത് ആരാണ്, അയാളാണ് അതിൻ്റെ ഫാദർ. ഈ ഒരു പോയിന്റുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. എന്നാലും CR ഫേ എന്താ പറയുന്നത്? റോബർട്ട് ഓവൻ ഒരിക്കലും കോഓപ്പറേഷൻ്റെ ഫാദർ അല്ല, ആ ഐഡിയ ഫസ്റ്റ് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഐഡിയ ഫസ്റ്റ് ആരാണോ വരുന്നത് അവർ തന്നെയാണ് എന്ത് കോഓപ്പറേഷൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഇതിൽ CR ഫേ വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, കോഓപ്പറേഷൻ ഈസ് ആൻ അസോസിയേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ജോയിന്റ് ട്രേഡിംഗ്. സെക്കൻഡ്, കോഓപ്പറേഷൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നെക്സ്റ്റ്, റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോഓപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാൾസ് ഗിഡ് ഫ്രഞ്ചുകാരനാണ്. ഫാദർ ഓഫ് കോഓപ്പറേഷൻ ഇൻ ഫ്രാൻസ് ചാൾസ് ഗിഡ് അല്ല, ചാൾസ് ഫുരിയർ ആണ്. എന്നാലും ചാൾസ് ഗിഡിന് നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്താണ്? നമ്മുടെ സഹകരണത്തിൻ്റെ പതാകയായിട്ടുള്ള റെയിൻബോ ഫ്ലാഗ്, 7 വർണ്ണത്തിലുള്ള റെയിൻബോ ഫ്ലാഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചാൾസ് ഗിഡ് ആണ്. ആരാണ്? ചാൾസ് ഗിഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. സഹകരണ പതാക റെയിൻബോ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാണ്? ചാൾസ് ഗിഡ് ആണ്. നെക്സ്റ്റ്, അയാളുടെ ഒപ്പീനിയൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ? കോഓപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് ഈച്ച് ഫോർ ഓൾ. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇതിന്റെ മുന്നേ കണ്ടിട്ടുണ്ട്. കോഓപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്നത് കോഓപ്പറേഷന്റെ പ്രിൻസിപ്പിളും, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് ഐഡിയ ബിഹൈൻഡ് കോഓപ്പറേഷനുമാണ്. എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഗൈഡിങ് പ്രിൻസിപ്പിൾ ഒന്നും, അതുപോലെ ബേസിക് ഐഡിയയും സ്ലോഗനും എന്താ? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാരാ? ചാൾസ് ഗിഡ്. കോഓപ്പറേഷൻ ഈസ്
സെൽഫ് ഹെൽപ്പ് ആൻഡ് ഈച്ച് ഫോർ ഓൾ. സ്വയം സഹായിക്കുകയും മറ്റുള്ളവരെ എല്ലാവർക്കും വേണ്ടി നിൽക്കുകയുമാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്നാണ് ചാൾസ് കിഡ് പറയുന്നത്. പ്രിൻസിപ്പളും അതുപോലെ സ്ലോഗനും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ആര്? ചാൾസ് കിഡ്. നെക്സ്റ്റ് പോയിന്റ് എന്താ? Cooperation is more than an economic system and it supersedes capitalism by mutual aid. എന്ന് വെച്ചാൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സിസ്റ്റമാണ്. അത് എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്? ഒരുമിച്ച് നിന്നിട്ട് ക്യാപിറ്റലിസം എന്ന് പറയുന്ന മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്ന വ്യവസ്ഥയെ തകർക്കുക എന്ന അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് കോഓപ്പറേഷൻ എന്നത് എന്നാണ് ചാൾസ് കിഡ് പറയുന്നത്. എന്താണ്? കോഓപ്പറേഷൻ ഈസ് മോർ ദാൻ ആൻ എക്കണോമിക് സിസ്റ്റം ആൻഡ് ഇറ്റ് സൂപ്പർസീഡഡ് ക്യാപിറ്റലിസം ബൈ മ്യൂച്വൽ എയ്ഡ്. ഒരുമിച്ച് നിന്നിട്ട് ക്യാപിറ്റലിസത്തിനെ തകർത്തുകൊണ്ട് കോഓപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, എക്കണോമിക് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് ചാൾസ് കിഡിന്റെ അഭിപ്രായം. ഇന്ന് നമ്മൾ ടോട്ടൽ 6 വ്യക്തികൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വില്യം കിങ് ആണ്. വില്യം കിങ്ങിന്റെ ഏതൊക്കെയായിരുന്നു? അക്വസിഷൻ ഓഫ് നോളജ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷൻ. സെക്കൻഡ് വൺ, ഓൺലി മെൻ ഓഫ് നോളജ് ബിക്കം ദ മെൻ ഓഫ് ബിസിനസ്. നോളജ്, മെൻ ഓഫ് നോളജ് ആൻഡ് അക്വസിഷൻ ഓഫ് നോളജ് ആണ് എന്ത്? വില്യം കിങ്ങിന്റെ ഡെഫിനിഷന്. നെക്സ്റ്റ് മാൽക്കം ഡാർലിംഗ്. മാൽക്കം ഡാർലിംഗ് എന്തായിരുന്നു? ഹാർട്ട് ടു മൈൻഡ്, അതുപോലെ വൺ വില്ലേജ് വൺ സൊസൈറ്റി. മൂന്നാമത്തെ പോയിന്റ്, കോഓപ്പറേഷൻ മീൻസ് മൊറാലിറ്റി അപ്ലൈഡ് ടു ബിസിനസ്. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ ബിസിനസ് ചെയ്യുക എന്നതാണ് കോഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മാൽക്കം ഡാർലിംഗ് പറഞ്ഞത്. ഹാർട്ട് ടു മൈൻഡ്, വൺ വില്ലേജ് വൺ സൊസൈറ്റി, മൊറാലിറ്റി അപ്ലൈഡ് ടു ബിസിനസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അരിസ്റ്റോട്ടിൽ, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. നെക്സ്റ്റ് വൺ ഫെഡറിക് നിക്കോസൺ. ഫെഡറിക് നിക്കോസൺ എന്താ പറഞ്ഞത്? ക്രിയേറ്റ് കോഓപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോഓപ്പറേറ്റീവ്സ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ കോഓപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് CR5 3 പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. കോഓപ്പറേഷൻ എന്ന് പറയുന്നത്, കോഓപ്പറേഷൻ ഈസ് ആൻ അസോസിയേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ജോയിന്റ് ട്രേഡിംഗ്. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം വ്യക്തികൾ അസോസിയേറ്റഡ് ആയിട്ട് ഒരുമിച്ച് ട്രേഡ് ചെയ്യുക എന്നതാണ് എന്ന് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, കോഓപ്പറേഷൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പ്രൊഡക്റ്റ് ആണ് കോഓപ്പറേഷൻ. എന്തിനു വേണ്ടി വന്നതാണ്? സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോഓപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിരേഷൻ ബിഹൈൻഡ് ഇറ്റ്. റോബർട്ട് ഓവൻ എന്ത് കൊണ്ടുവന്നിട്ടില്ല? ഇൻവെന്റ് ചെയ്തിട്ടില്ല. കോഓപ്പറേഷന്റെ ഫാദർ അല്ല, പക്ഷെ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് റോബർട്ട് ഓവൻ ആണ് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താ? ചാൾസ് ഗിഡ് ആണ് ലാസ്റ്റ് പറയുന്നത്. കോഓപ്പറേഷൻ ഇസ് എ സെൽഫ് ഹെൽപ്പ് ആൻഡ് ഈച്ച് ഫോർ ഓൾ എന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ സ്ലോഗനും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു. സെൽഫ് ഹെൽപ്പ് ആൻഡ് ഈച്ച് ഫോർ ഓൾ. നെക്സ്റ്റ് ആരാ? കോഓപ്പറേഷൻ ഈസ് മോർ ദാൻ ആൻ എക്കണോമിക് സിസ്റ്റം ആൻഡ് ഇറ്റ് സൂപ്പർസീഡ് ക്യാപിറ്റലിസം ബൈ മ്യൂച്വൽ എയ്ഡ്. മ്യൂച്വൽ എയ്ഡ് ഗിഡ് അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഈ 6 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു സൂൺ.